ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ വരുന്ന 5ാമത്തെ യൂണിറ്റാണ്. യൂണിറ്റിൻ്റെ പേര് ഹെർത്ത് ആൻഡ് ഹോം എന്നാണ്. സോ നമുക്ക് ഈ ഒരു യൂണിറ്റിലെ ഉണ്ണിക്കുട്ടൻ ഗോസ് ടു സ്കൂൾ എന്ന കഥയാണ്, എന്ന സ്റ്റോറിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എടുക്കുന്നത്. സോ നമുക്ക് പാഠഭാഗം നോക്കാം. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ നിൽക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീടാണ്, അല്ലേ? നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും പോയി നമ്മളൊരു ട്രിപ്പ് തന്നെ ആയിരിക്കട്ടെ, നമുക്ക് 2 ദിവസത്തേക്കൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടി മാത്രമേ നമുക്ക് ട്രിപ്പ് പോകാനൊക്കെ പറ്റുള്ളൂ. എന്നിട്ട് അത് തിരിച്ചു കണ്ട് പിന്നെ നമ്മൾ എന്താണ് ലാസ്റ്റ് ഡേ നമ്മൾ വിചാരിക്കും, നമ്മുടെ വീട്ടിലൊന്ന് എത്തിച്ചെന്നാൽ മതിയായിരുന്നു അല്ലേ. സോ എല്ലാവർക്കും ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഏറ്റവും ഇഷ്ടമുള്ള പ്ലേസാണ് ഹോം എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ പേരൻസും സിബ്ലിങ്സും ഒക്കെ ഒരുമിച്ചുണ്ടാകുന്ന ഒരുപാട് നല്ല നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒരു പ്ലേസാണ് ഹോം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു കോട്ട് തന്നിട്ടുണ്ട്. ഹോം ഈസ് നോട്ട് എ പ്ലേസ്, ഇറ്റ് ഈസ് എ ഫീലിംഗ് എന്നാണ് പറയുന്നത്. നമ്മുടെ വീടെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്ഥലമല്ല, അതെന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ആണ്. വീടെന്ന് പറയുന്നത് നമ്മൾക്ക് സ്നേഹവും അംഗീകാരവും ലഭിക്കുന്ന, ഭയമില്ലാതെ നമ്മളായിരിക്കാൻ പറ്റുന്ന, മനസ്സിന് ഏറ്റവും സമാധാനവും ആശ്വാസവും ലഭിക്കുന്ന ഒരിടമാണ് അല്ലേ. സോ നമുക്ക് പറയാം, വീടെന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ആണ്, ഒരു ഇമോഷൻ ആണെന്ന്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പേജിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. നല്ലോണം നമ്മുടെ പിക്ചറിൽ ഏതാണ് നല്ല മഴ പെയ്യുന്നുണ്ട്, എല്ലാവരും കൂടെ ചൂടി പോകുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കുറച്ച് സ്കൂൾ കുട്ടികളെ കാണാം, റെയിൻ കോട്ട് ഇട്ട 2 കുട്ടികളെ കാണാം. ഓക്കെ, താഴെ നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. വാട്ട് സീസൺ ഈസ് ഷോൺ ഇൻ ദ പിക്ചർ? ഈ ചിത്രത്തിൽ ഏത് സീസൺ ആണ്? മഴക്കാലമാണ് അല്ലേ. സോ നമുക്ക് മൺസൂൺ സീസൺ ആണെന്ന് പറയാം. വാട്ട് ഡു യു ഫീൽ അബൌട്ട് ദിസ് സീസൺ? ഈ ഒരു സീസണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കുട്ടികളെ, നമുക്ക് എല്ലാവർക്കും മഴയത്ത് കളിക്കാനൊക്കെ ഇഷ്ടമായിരിക്കും അല്ലേ. മഴക്കാലം എന്ന് പറയുന്നത് നല്ല തണുപ്പും കാറ്റും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സീസൺ ആണ് അല്ലേ. സോ നമുക്ക് അവിടെ എഴുതാം, ഐ ഫീൽ ഹാപ്പി ഡ്യൂറിങ് ദി സീസൺ. ഈ ഒരു സീസണിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഐ ലൈക്ക് ദി കൂൾ വെതർ ആൻഡ് റെയിൻ. എനിക്ക് ഈ തണുത്ത കാലാവസ്ഥയും മഴയും ഇഷ്ടമാണ്. ഐ എൻജോയ് പ്ലേയിങ് ഇൻ ദ റെയിൻ. മഴയത്ത് കളിക്കുന്നത് ഞാൻ ആസ്വദിക്കുന്നു. സോ ഇത്രയും പോയിന്റ്സ് നമുക്കവിടെ എഴുതി കൊടുക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, വിച്ച് ക്ലൈമറ്റ് ഇൻ കേരള ഡു യു ഫൈൻഡ് ദി മോസ്റ്റ് അപ്പീലിംഗ്? കേരളത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ആകർഷകരമായി തോന്നിയ കാലാവസ്ഥ ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് മൺസൂൺ സീസൺ, മഴക്കാലമാണെന്ന് പറയാം അല്ലേ. അന്ന് മഴക്കാലത്ത് നല്ല മഴയും തണുപ്പും ഒക്കെ ആയിരിക്കും അല്ലേ, നല്ല തണുത്ത കാലാവസ്ഥയൊക്കെ ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമാണ് അല്ലേ. സോ നമുക്ക് ഇവിടെ എഴുതാം, ദ ക്ലൈമറ്റ് ഇൻ കേരള ദാറ്റ് ഐ ഫൈൻഡ് ദി മോസ്റ്റ് അപ്പീലിംഗ് ഈസ് ദ മൺസൂൺ ക്ലൈമറ്റ്. കേരളത്തിലെ കാലാവസ്ഥയിൽ എനിക്ക് ഏറ്റവും ആകർഷകരമായി തോന്നിയത് മൺസൂൺ കാലാവസ്ഥയാണ്, മഴക്കാലമാണ്. ഓക്കെ, നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റോറി തുടങ്ങിയാണ്. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് എ യങ് ബോയ് ഓൺ ഹിസ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ഒരു ചെറുപ്പക്കാരനായ ഒരു കുട്ടിയുടെ, ഒരു ബാലൻ്റെ അവൻ്റെ സ്കൂളിലേക്ക് പോകുന്ന ആദ്യത്തെ ദിവസത്തെക്കുറിച്ചുള്ളൊരു കഥയാണിത്. ഇറ്റ് വാസ് എ ഡേ മെയ്ഡ് ഈവൻ മോർ മെമ്മറബിൾ ബൈ ദി റെയിൻ. മഴ കാരണം അവന് ആ ദിവസം കൂടുതൽ ഓർമ്മയിൽ നിലനിൽക്കുന്നതായി. ലെറ്റ്സ് സീ വാട്ട് എക്സൈറ്റിംഗ് എക്സ്പെരിമെൻറ്റ്സ് അവൈറ്റ് ഹിം. അവനെ കാത്തിരിക്കുന്ന ആവേശകരമായിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ സ്കൂളിലെ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും ഓർമ്മയിൽ നിലനിൽക്കുന്നതുമായിരിക്കും അല്ലേ. ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ദിവസമായിരിക്കും. അതുപോലെയുള്ള ദിവസമാണ് ഉണ്ണിക്കുട്ടൻ്റേതും. സോ ഉണ്ണിക്കുട്ടൻ്റെ ആദ്യത്തെ ദിവസത്തെ സ്കൂൾ എങ്ങനെയാണെന്നാണ് ഇവിടെ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. നമ്മുടെ ഹെഡിങ് എന്ന് പറയുന്നത് ഉണ്ണിക്കുട്ടൻ ഗോസ് ടു സ്കൂൾ. ഉണ്ണിക്കുട്ടൻ സ്കൂളിലേക്ക് പോകുന്നു. ഇത് ആരാണ് എഴുതിയിട്ടുള്ളത്? നന്ദനാർ എന്ന് പറയുന്ന ഒരു ഫേമസ് റൈറ്ററാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സ്റ്റോറി വായിക്കാം. വെൻ ഉണ്ണിക്കുട്ടൻ കെയിം ട്രോട്ടിങ് ടു വരാന്ത looking smart in his uniform, Amma was chasing him with a half-finished plate of uppumavu.
ഉണ്ണിക്കുട്ടനെ നല്ല യൂണിഫോം ഒക്കെ ഇട്ട് നല്ല സുന്ദരനായിട്ട് കാണാൻ നല്ല സ്മാർട്ടായിട്ടുണ്ട്, സുന്ദരനായിട്ടുണ്ട്. അങ്ങനെ വരാന്തയിലേക്ക് വരികയാണ്. വരാന്തയിലേക്ക് തുള്ളിച്ചാടിയിട്ടാണ് വരുന്നത്. ട്രോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാടി തുള്ളിച്ചാടി നടക്കുന്നതിനാണ്, വേഗത്തിൽ നടക്കുന്നതിനാണ് ട്രോട്ടിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ വരാന്തയിലേക്ക് വരുന്ന ഉണ്ണിക്കുട്ടനെ ആര് പിന്തുടരുന്നുണ്ട്? അവൻ്റെ അമ്മ. അമ്മയുടെ കയ്യിൽ പകുതി കഴിച്ച ഉപ്പുമാവിൻ്റെ പ്ലേറ്റുമുണ്ട്. ഓക്കെ, ആ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ വന്നല്ലോ. നമ്മുടെയൊക്കെ വീട്ടിൽ സ്ഥിരം കാഴ്ചയാണല്ലേ അമ്മ നമ്മുടെ പിന്നാലെ ഫുഡ് കൊണ്ട് വരുന്നത്. ഉണ്ണി കമോൺ ഫിനിഷ് ദിസ്, ഉണ്ണി വരൂ, ഇതൊന്ന് കഴിച്ച് തീർക്കൂ, ഇതൊന്ന് ഫിനിഷ് ആക്കൂ എന്ന് പറയാണ്. ബട്ട് ഉണ്ണിക്കുട്ടൻ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. പക്ഷെങ്കിൽ ഉണ്ണിക്കുട്ടന് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. നമ്മൾ കുട്ടികളൊക്കെ പൊതുവെ അങ്ങനെയാണല്ലേ, ഭക്ഷണത്തോട് അത്ര ആർക്കും താല്പര്യം ഉണ്ടാവില്ല. സോ അമ്മ ഗേവ് ഹിം എ സ്മോൾ ഗ്ലാസ് ഓഫ് വാട്ടർ ടു ഡ്രിങ്ക്. അപ്പോൾ അവൻ്റെ അമ്മ അവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു കുടിക്കാൻ വേണ്ടിയിട്ട്. That would wash down the small quantity of ഉപ്പുമാവ് he had kindly consented to eat. അതായത് അവന് ഒട്ടും താല്പര്യമില്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പുമാവ് ഇങ്ങനെ ഇറങ്ങിപ്പോവാൻ വേണ്ടിയിട്ട് ആ ഒരു വെള്ളം സഹായിക്കുമെന്നാണ് അമ്മ കരുതിയത്. ഇവിടെ സൈഡിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണാം. വാട്ട് ഡിഡ് അമ്മ ഡു വെൻ ഉണ്ണിക്കുട്ടൻ ഡിഡ് നോട്ട് വാണ്ട് ടു ഈറ്റ് മോർ ഉപ്പുമാവ്? ഉണ്ണിക്കുട്ടന് ഉപ്പുമാവ് കഴിക്കാൻ അത്ര താല്പര്യമൊന്നും കാണിച്ചിരുന്നില്ലല്ലേ. സോ ആ ടൈമിൽ അമ്മ എന്താണ് ചെയ്തതെന്നാണ് ചോദിച്ചത്. അമ്മ ഗേവ് ഹിം എ സ്മോൾ ഗ്ലാസ് ഓഫ് വാട്ടർ ടു ഡ്രിങ്ക്. അവന് കുടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്ലാസ്സിൽ വെള്ളം കൊടുത്തു എന്നാണ് നമുക്കവിടെ ആൻസർ ആയിട്ട് എഴുതാൻ പറ്റുന്നത്. ഈ ഒരു ലൈന് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പാരഗ്രാഫിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈൻ തന്നെ അതിൻ്റെ ആൻസർ ആയിട്ട് എടുത്തെഴുതിയാൽ മതി. ഇവിടെ താഴെ പിക്ചറിൽ നിങ്ങൾക്ക് അമ്മ ഉണ്ണിക്കുട്ടൻ്റെ പിറകിൽ ഇങ്ങനെ പ്ലേറ്റുമായിട്ട് പോകുന്നത് കാണാം അല്ലേ. ഉണ്ണിക്കുട്ടൻ എങ്ങനെയാണ് പോകുന്നത്? ചാടിയിട്ടാണ് നടക്കുന്നത് അല്ലേ. അതിനെന്താണ് നമ്മൾ പുതിയൊരു വാക്കിയുടെ പഠിച്ചിട്ടുണ്ട്, ട്രോട്ടിങ്. ട്രോട്ടിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നതിനാണ്. സോ നമുക്കിവിടെ മൈ വേർഡ് ഗാലറി എന്ന് പറഞ്ഞ ബോക്സിൽ ഈ ഒരു വേർഡ് എഴുതി കൊടുക്കാം. നമ്മൾ പുതുതായിട്ട് ഇവിടെ പഠിച്ചതാണല്ലേ. നമുക്കിനി താഴെ വായിക്കാം. കുട്ടേട്ടൻ വാസ് വെയിറ്റിംഗ് ഇംപാഷ്യൻലി ഫോർ ഹിം. അവന് വേണ്ടിയിട്ട് കുട്ടേട്ടൻ ക്ഷമയില്ലാതെ കാത്തിരിക്കുകയാണ്. ഇംപാഷ്യൻലി എന്ന് പറഞ്ഞാൽ ഒട്ടും ക്ഷമയില്ലാതെ. സോ ഈ ഒരു വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അവിടെ ബോക്സിലേക്ക് എഴുതി കൊടുക്കുക. ഇംപാഷ്യൻലി എന്ന് പറഞ്ഞാൽ ക്ഷമയില്ലാതെ. He had already lifted his school bag off the nail on the wall. അവൻ ഇതിനകം അവൻ്റെ ചുമരിലെ ആണിയിൽ തൂക്കിയിട്ടിരുന്ന സ്കൂൾ ബാഗ് എടുത്തിരുന്നു. ആൻഡ് hung it on his shoulders. എന്നിട്ട് അവൻ്റെ ഷോൾഡേഴ്സ്, തോളിയിൽ അത് തൂക്കിയിട്ടിരുന്നു. ഹങ് എന്ന് പറഞ്ഞാലും തൂക്കിയിട്ടിരുന്നു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഉണ്ണിക്കുട്ടൻ വാസ് നോട്ട് ടോൾ ഇനഫ് ടു ഡു ഇറ്റ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ണിക്കുട്ടന് അതിന് മാത്രം വലുതല്ല, ടോൾ, അത്ര നീളമില്ല. സോ മുത്തശ്ശി ടുക്ക് ഹിസ് സ്കൂൾ ബാഗ് ഓഫ് ദി നെയിൽ ആൻഡ് ഹാൻഡഡ് ഇറ്റ് ടു ഹിം. നമ്മുടെ ബാഗ് ആണയിൽ തൂക്കിയിട്ടിരിക്കുകയാണല്ലേ, ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. അത് അവൻ എത്തില്ല, അത്രമാത്രം ഉണ്ണിക്കുട്ടന് ടോളല്ല, അത്രമാത്രം ഉണ്ണിക്കുട്ടന് നീളമില്ല. അതുകൊണ്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയാണ് അവനെ സഹായിച്ചത്. മുത്തശ്ശിയാണ് ആണിയിൽ നിന്നും സ്കൂൾ ബാഗ് എടുത്ത് ഉണ്ണിക്കുട്ടന് കൊടുത്തത്. ഉണ്ണിക്കുട്ടൻ പ്ലേസ്ഡ് ദി ബാഗ് ഓൺ എ ബെഞ്ച്, ഓപ്പൺഡ് ഇറ്റ് ആൻഡ് ഇൻസ്പെക്റ്റഡ് ദി കണ്ടൻസ്. ഉണ്ണിക്കുട്ടൻ ബാഗ് ഒരു ബെഞ്ചിൽ വെച്ച് അത് തുറന്നു നോക്കി. എന്നിട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളതെന്ന് പരിശോധിച്ച് നോക്കി. യെസ്, ഹിസ് സ്കൂൾ കിറ്റ് വാസ് കംപ്ലീറ്റ് വിത്ത് ദി മലയാളം റീഡർ ഫോർ ദി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആൻഡ് സ്ലേറ്റ്. അവൻ്റെ ബാഗിൽ ഒരു മലയാളം ബുക്കുണ്ട്, 1ാം ക്ലാസ്സിൻ്റെ. ഉണ്ണിക്കുട്ടൻ എത്രാം ക്ലാസ്സിലാണ്? 1ാം ക്ലാസ്സിലാണ്. 1ാം ക്ലാസ്സിലത്തെ മലയാളം ബുക്കുമുണ്ട്, പിന്നെ ഒരു സ്ലേറ്റുമുണ്ട്. ദിസ് വാസ് ആക്ച്വലി ഉണ്ണിക്കുട്ടൻ സെക്കൻഡ് സ്ലേറ്റ് ഇൻ ലെസ് ദാൻ 2 വീക്സ്. 2 ആഴ്ചക്കുള്ളിൽ ഇത് ഉണ്ണിക്കുട്ടൻ്റെ 2ാമത്തെ സ്ലേറ്റ് ആയിരുന്നു. ദ ഫസ്റ്റ് ഹാഡ് സ്ലിപ്ഡ് ഫ്രം ഹിസ് ഹാൻഡ്സ് ആൻഡ് ബ്രോക്കൺ ടു പീസസ്. ആദ്യത്തെ സ്ലേറ്റ് അവൻ്റെ കയ്യിൽ നിന്നും വഴുതി വീണ് അത് പീസായിട്ട് പോയി, അതായത് കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു പോയി. ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോയി, മുറിഞ്ഞു പോയി എന്നൊക്കെയാണ്. ഉണ്ണിക്കുട്ടൻ ഹാഡ് ക്രൈഡ് ഹിസ് ഹേർട്ട് ഔട്ട് ഫോർ എ ന്യൂ വൺ. അങ്ങനെ ഉണ്ണിക്കുട്ടന് പുതിയ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞ് ക്രൈഡ്, കരഞ്ഞു. ഹിസ് ഹേർട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട്, അതായത് നന്നായിട്ട് കരയുന്നതിനാണ് അങ്ങനെ പറഞ്ഞത്. വെൻ ഹി ഗോട്ട് ഇറ്റ്
ഹി വാസ് എക്സ്ട്രാ കെയർഫുൾ വിത്ത് ഇറ്റ്. അവന് പുതിയൊരെണ്ണം കിട്ടിയപ്പോൾ അവൻ അതിനെ ഭയങ്കര എക്സ്ട്രാ കരുതലോട് കൂടിയിട്ടാണ് അതിനെ നോക്കിയത്. ഇവിടെ മുകളിൽ നിങ്ങൾക്കൊരു ചോദ്യം കാണാം. വാട്ട് ഐറ്റംസ് ഡിഡ് ഉണ്ണിക്കുട്ടൻ ചെക്ക് ഫോർ ഹിസ് സ്കൂൾ ബാഗ്? അതിൻ്റെ സ്കൂൾ ബാഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ണിക്കുട്ടൻ പരിശോധിച്ചത്? അവന് പരിശോധിച്ചപ്പോൾ കണ്ടത് എന്താണ്? 1ാം ക്ലാസ്സിലെ മലയാളം റീഡർ ബുക്കും പിന്നെ സ്ലേറ്റുമാണ് അല്ലേ? ആൻസർ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം മലയാളം റീഡർ ഫോർ ദി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആൻഡ് ദി സ്ലേറ്റ്. ഈ ഒരു ലൈൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. ഇറ്റ് വാസ് കുട്ടേട്ടൻ ഹു റോട്ട് ഉണ്ണിക്കുട്ടൻസ് നെയിം ഓൺ ദി ഫ്രെയിം ഓഫ് ദി സ്ലേറ്റ്. സ്ലേറ്റിൽ ഉണ്ണിക്കുട്ടൻ്റെ പേര് എഴുതിയത് കുട്ടേട്ടനായിരുന്നു. ഉണ്ണിക്കുട്ടൻ ഡിഡ് നോട്ട് തിങ്ക് മച്ച് ഓഫ് കുട്ടേട്ടൻസ് ഹാൻഡ് റൈറ്റിംഗ്. കുട്ടേട്ടൻ്റെ ഹാൻഡ് റൈറ്റിനോട് അങ്ങനെ വലിയ രീതിക്കൊന്നും ഉണ്ണിക്കുട്ടന് മതിപ്പ് തോന്നിയിരുന്നില്ല. വെൻ കുട്ടേട്ടൻ റോട്ട് ആൻഡ് ഓ ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് സംബഡി വിത്ത് എ ലോങ് ക്രാനിങ് നെക്ക്. കുട്ടേട്ടന് ഇങ്ങനെ ഇതുപോലെ 2 ഓ എഴുതിയപ്പോൾ അവനക്ക് തോന്നിയത് ഒരാൾ കഴുത്ത് നീട്ടി നിൽക്കുന്നത് പോലെയായിരുന്നു. നമ്മുടെ കുട്ടേട്ടൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിനോട് അത്ര വലിയ ഇഷ്ടമൊന്നും തോന്നിയിരുന്നില്ല. അതുകൊണ്ടാവാം ഉണ്ണിക്കുട്ടന് ഇങ്ങനെ തോന്നിയത്. സോ നിങ്ങൾക്കിവിടെ ക്രെയിനിങ് നെക്ക്, ലോങ് ക്രെയിനിങ് നെക്കിൻ്റെ വേർഡിൻ്റെ മലയാളം അറിയില്ലെങ്കിൽ നിങ്ങൾക്കിവിടെ മൈ വേർഡ് ഗാലറി എന്ന് പറഞ്ഞ ബോക്സിൽ എഴുതി കൊടുക്കാം. ലോങ് ക്രെയിനിങ് നെക്ക് എന്ന് പറഞ്ഞാൽ കഴുത്ത് നീട്ടി നിൽക്കുന്നത് പോലെ. നമുക്ക് ബാക്കി വായിക്കാം. ഇറ്റ് വാസ് കുട്ടേട്ടൻ ഹു പുട്ട് എ കവർ ടു ദി മലയാളം റീഡർ. അവൻ്റെ മലയാളം ബുക്കിനും കുട്ടേട്ടനായിരുന്നു കവർ ചെയ്തത്, പൊതിയിട്ടത്. ദ ഷീറ്റ് ഓഫ് ബ്രൗൺ പേപ്പർ ഇൻ വിച്ച് ദി സെയിൽസ്മാൻ അറ്റ് ദി ടെക്സ്റ്റൈൽ ഷോപ്പ് ഇൻ ദി മാർക്കറ്റ് ഹാഡ് wrapped അമ്മാസ് മുണ്ടു ആൻഡ് വേഷ്ടി കീം ഹാൻഡി. ടെക്സ്റ്റൈൽ ഷോപ്പിലെ വിൽപ്പനക്കാരൻ, സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ വിൽപ്പനക്കാരന്, അമ്മയ്ക്ക് മുണ്ടും വേഷ്ടിയും വാങ്ങിയപ്പോൾ പൊതിഞ്ഞു കൊടുത്ത ബ്രൗൺ പേപ്പർ ഈ ബുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെട്ടു. ഇവിടെ കീം ഹാൻഡി എന്ന് പറഞ്ഞൊരു വാക്ക് കാണാം അല്ലേ? കീം ഹാൻഡി എന്ന് പറഞ്ഞാൽ ആവശ്യ സമയത്ത് ഉപകാരപ്പെടുന്നതിനാണ് കീം ഹാൻഡി എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയുള്ള കഥ മനസ്സിലായല്ലോ. ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും വേർഡ്സോ എന്തെങ്കിലും കഥയോ അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കാം. ഉണ്ണിക്കുട്ടൻ ഓപ്പൺഡ് ദി മലയാളം റീഡർ. ഉണ്ണിക്കുട്ടൻ അവൻ്റെ മലയാളം വായനാ ബുക്ക് തുറന്നു. The peacock's feather and the piece of silver paper he had collected lay safely between the pages. അവൻ ശേഖരിച്ചു വെച്ച ഒരു പീകോക്കിൻ്റെ തൂവൽ, മയിൽപീലിയുടെ തൂവലും, ഫെദർ എന്ന് പറഞ്ഞാൽ തൂവൽ, പിന്നെ പീസ് ഓഫ് സിൽവർ പേപ്പർ, ഒരു സിൽവർ പേപ്പറിൻ്റെ ഒരു കഷ്ണവും പുസ്തകത്തിൻ്റെ പേജുകൾക്കിടയിൽ സുരക്ഷിതമായി കിടന്നിരുന്നു. ഉണ്ണിക്കുട്ടൻ ലുക്ക്ഡ് അറ്റ് ഹിസ് നെയിം റിട്ടൺ ഓൺ ദി സ്ലേറ്റ്. ഉണ്ണിക്കുട്ടന് അവൻ്റെ സ്ലേറ്റിൽ എഴുതി അവൻ്റെ പേര് നോക്കി. ആൻഡ് സ്കോൾഡ് എ ലിറ്റിൽ, നോട്ട് ഗുഡ്. എന്നിട്ട് മുഖം ചുളിച്ചു. സ്കോൾഡ് എന്ന് പറഞ്ഞാൽ മുഖം ചുളിക്കുക എന്നാണ്. എന്തിനാണ്? നോട്ട് ഗുഡ്, അത് അത്ര നല്ലതല്ല. ഉണ്ണിക്കുട്ടന് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല എഴുതിയത്, അതുകൊണ്ടാണ് ഉണ്ണിക്കുട്ടന് മുഖം ചുളിച്ചത്. സോ ഇവിടെ നമ്മൾ മറ്റൊരു വാക്ക് ഇവിടെ പഠിച്ചു. സ്കോൾഡ് എന്ന് പറഞ്ഞാൽ മുഖം ചുളിക്കുക. ഇവിടെ ഒരു ചോദ്യം കാണാം. വാട്ട് ഡിഡ് ഉണ്ണിക്കുട്ടൻ കീപ് സേഫ്ലി ബിറ്റ്വീൻ ദി പേജസ് ഓഫ് ഹിസ് മലയാളം റീഡർ? അവൻ മലയാളം റീഡറിൻ്റെ പേജുകൾക്കുള്ളിൽ ഉണ്ണിക്കുട്ടൻ സുരക്ഷിതമായി ശേഖരിച്ചു വെച്ചത് എന്താണ്? ഉത്തരം മയിൽപീലിയുടെ തൂവലും സിൽവർ പേപ്പറിൻ്റെ ഒരു കഷ്ണവുമാണ്. പീകോക്സ് ഫെദർ ആൻഡ് ദി പീസ് ഓഫ് സിൽവർ പേപ്പർ. ഇവിടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ലൈൻ ഞാനിവിടെ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് അവിടെ ഉണ്ണിക്കുട്ടൻ്റെ സ്ലേറ്റ് കാണാം അല്ലേ? അവിടെ മുകളിലായിട്ട് ഉണ്ണിക്കുട്ടൻ എന്ന പേരും എഴുതിയിട്ടുണ്ട്. ദ നെയിം ഷുഡ് ഹാവ് ബീൻ റിട്ടൺ ഇൻ ഇംഗ്ലീഷ്. പേര് ഇംഗ്ലീഷിൽ എഴുതണമായിരുന്നു. കുട്ടേട്ടൻ ഹാഡ് റിട്ടൺ ഓൺലി ദി ഇനീഷ്യൽസ് ഓഫ് ഹിസ് നെയിം PC ഇൻ ഇംഗ്ലീഷ്. ഉണ്ണിക്കുട്ടന് അവൻ്റെ ഇനീഷ്യൽ മാത്രമാണ്, PC എന്നുള്ള ഇനീഷ്യൽ മാത്രമാണ് ഇംഗ്ലീഷിൽ എഴുതിയിരുന്നത്. കുട്ടേട്ടൻ took a small piece of slate pencil from the pocket of his trousers and extended it to ഉണ്ണിക്കുട്ടൻ. കുട്ടേട്ടൻ ട്രൗസറിൻ്റെ പോക്കറ്റിൽ നിന്നും സ്ലേറ്റ് പെൻസിലിൻ്റെ ചെറിയ കഷ്ണം എടുത്ത് ഉണ്ണിക്കുട്ടന് നൽകി. എക്സ്റ്റെൻഡഡ് ഇറ്റ് ടു ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞാൽ ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ കൈ നീട്ടി കൊടുത്തു എന്നാണ്. ഉണ്ണിക്കുട്ടൻ സ്കൗൾഡ് എഗെയിൻ. സ്കൗൾഡ് എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചതാണ്. എന്താണ്? മുഖം ചുളിക്കുന്നതിന് പറയുന്നതാണ്. ഇത് നൽകിയപ്പോൾ ഉണ്ണിക്കുട്ടൻ വീണ്ടും
മുഖം ചൊളിച്ചു. ജസ്റ്റ് എ പീസ് ഓൺ ദി ഫസ്റ്റ് ഡേ ടു സ്കൂൾ. സ്കൂളിലെ ആദ്യ ദിവസമായിട്ടും ഒരു ചെറിയൊരു കഷ്ണം മാത്രമാണോ ഉള്ളത്? ഐ വാണ്ട് എ ഫുൾ വൺ. എനിക്കൊരു ഫുൾ പെൻസിൽ വേണം. ഉണ്ണിക്കുട്ടൻ ഷൗട്ടഡ്. ഉണ്ണിക്കുട്ടൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഷൗട്ടഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉറക്കെ ഉച്ചത്തിൽ പറയുന്നതിനാണ് ഷൗട്ടഡ് എന്ന് പറഞ്ഞാൽ. വെൽ, ഇഫ് യു ഡോണ്ട് വാണ്ട് ഇറ്റ്, കുട്ടേട്ടൻ ഫ്ലങ് ദി പീസ് ഓഫ് പെൻസിൽ ടു ദി ഫ്ലോർ ആൻഡ് സ്റ്റാമ്പഡ് ഓൺ ഇറ്റ്. നിനക്ക് അത് വേണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കുട്ടേട്ടൻ ആ ഒരു ചെറിയൊരു പെൻസിൽ എടുത്ത് തറയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അതിൽ കാലുകൊണ്ട് ചവിട്ടി പൊട്ടിച്ചു. ഫ്ലങ് എന്ന് പറഞ്ഞാൽ വീശി എറിയുന്നതിനാണ് ഫ്ലങ് എന്ന് ഇവിടെ സ്റ്റാമ്പഡ് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞാൽ കോപത്തോടെ ദേഷ്യം പിടിച്ചുകൊണ്ട് അതിന്മേൽ ശക്തിയായി ചവിട്ടുന്നതിനാണ് സ്റ്റാമ്പഡ് എന്ന് പറയുന്നത്. സോ ഈ വേർഡ് നിങ്ങൾക്ക് അവിടെ മൈ വേർഡ് ഗാലറിയിൽ എഴുതി കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തത്, ഉണ്ണിക്കുട്ടൻ ലുക്ക്ഡ് അറ്റ് ഹിം ഫ്യൂരിയസ്ലി. ഫ്യൂരിയസ്ലി എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടെ. അങ്ങനെ ഇത് കുട്ടേട്ടന് തറയിൽ ചവിട്ടി പെൻസിൽ പൊട്ടിച്ചപ്പോൾ ഉണ്ണിക്കുട്ടന് ദേഷ്യത്തോടെ കുട്ടേട്ടനെ നോക്കി. കുട്ടേട്ടൻ വാസ് നോട്ട് ദി സെയിം ആഫ്റ്റർ ഹി പാസ്ഡ് ഇൻ ടു ദി 4th സ്റ്റാൻഡേർഡ്. നമ്മുടെ കുട്ടേട്ടന് 4ാം ക്ലാസ്സിലാണ്. 4ാം ക്ലാസ്സിലേക്ക് കടന്നതിന് ശേഷം കുട്ടേട്ടൻ പഴയതുപോലെ ആയിരുന്നില്ല. ഹി വാസ് ടു പ്രൗഡ് ആൻഡ് റൂഡ്. അവൻ അത്യധികം അഹങ്കാരിയും അസഭ്യനുമായിരുന്നു. ഹി വാസ് ഷോയിങ് ഓഫ് ബിക്കോസ് ഹി ഹാഡ് ബീൻ മെയ്ഡ് ദി ക്ലാസ് മോണിറ്റർ. അവൻ ക്ലാസ് മോണിറ്ററായി നിയമിച്ചതിൻ്റെ പൊങ്ങച്ചം കാണിക്കുകയായിരുന്നു. ഐ വാണ്ട് എ ഫുൾ സ്ലേറ്റ് പെൻസിൽ. എനിക്ക് ഒരു മുഴുവൻ ഫുൾ സ്ലേറ്റ് പെൻസിൽ വേണം. ഉണ്ണിക്കുട്ടൻ വിംബേർഡ്. വിംബേർഡ് എന്ന് പറഞ്ഞാൽ ചെറിയ കരച്ചിലോടെ പറയുന്നതിനാണ്. കുട്ടേട്ടനോട് ചെറിയൊരു കരച്ചിലോട് കൂടി പറഞ്ഞു, എനിക്ക് ഫുൾ പെൻസിൽ വേണം എന്ന്. അച്ഛൻ ഹു കെയിം ഔട്ട് ഇൻ ടു ദി വരാന്ത ഫിഷ്ഡ് ഔട്ട് എ പെൻസിൽ ഫ്രം ദി ലെഡ്ജ് ഓവർ ദി ഡോർ ആൻഡ് ഗീവ് ഇറ്റ് ടു ഉണ്ണിക്കുട്ടൻ. അപ്പോൾ വരാന്തയിലേക്ക് വന്ന അച്ഛൻ വാതിലിൻ്റെ മുകളിലത്തെ ഒരു ലെഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു തട്ടാണ്. തട്ടിൽ നിന്ന് ഒരു പെൻസിൽ എടുത്ത് ഉണ്ണിക്കുട്ടനെ നൽകി. നെക്സ്റ്റ് പേജ് വായിക്കാം. അതിന് മുൻപായിട്ട് നമുക്ക് ഇവിടെയുള്ള ചോദ്യങ്ങളൊന്ന് പറയാം. ഹൗ ഡിഡ് ഉണ്ണിക്കുട്ടൻ ഫീൽ എബൌട്ട് ഹിസ് നെയിം റിട്ടൺ ഓൺ ദി സ്ലേറ്റ്. സ്ലേറ്റിൻ്റെ മുകളിൽ എഴുതിയ ഉണ്ണിക്കുട്ടൻ്റെ പേര് കണ്ടപ്പോൾ ഉണ്ണിക്കുട്ടൻ എന്താണ് തോന്നിയത്? ഹി ഡിഡിൻറ്റ് ലൈക്ക് ഇറ്റ്. അവനത് ഇഷ്ടമായില്ല. ദ നെയിം ഷുഡ് ഹാവ് ബീൻ റിട്ടൺ ഇൻ ഇംഗ്ലീഷ്. അവന് പേര് ഇംഗ്ലീഷിൽ എഴുതണമായിരുന്നു. കുട്ടേട്ടൻ ഹാഡ് റിട്ടൺ ഓൺലി ദി ഇനീഷ്യൽസ് ഓഫ് ഹിസ് നെയിം PC ഇൻ ഇംഗ്ലീഷ്. കുട്ടേട്ടൻ അവൻ്റെ പേരിൻ്റെ ഇനീഷ്യൽ PC എന്ന് മാത്രമാണ് ഇംഗ്ലീഷിൽ എഴുതിയത്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് കുട്ടേട്ടൻ ഗിവ് ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടൻ എന്താണ് നൽകിയത്? എ പീസ് ഓഫ് സ്മോൾ പെൻസിലാണ് അല്ലേ. ഒരു പെൻസിലിൻ്റെ ചെറിയൊരു കഷ്ണം, സ്ലേറ്റ് പെൻസിലിൻ്റെ ചെറിയൊരു കഷ്ണമാണ് കൊടുത്തത്. വാസ് ഹി സാറ്റിസ്ഫൈഡ്. ഉണ്ണിക്കുട്ടൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നോ, തൃപ്തിയായിരുന്നോ? അല്ലേ, ഉണ്ണിക്കുട്ടന് തൃപ്തിയായിരുന്നില്ല. ഓക്കെ, ചോദ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിലായല്ലോ. നമുക്കിനി കഥയുടെ ബാക്കി ഭാഗം വായിക്കാം. ഇപ്പോൾ കഥ എവിടെയാണ് എത്തിയത്? അച്ഛന് വാതിലിൻ്റെ മുകളിൻ്റെ തട്ടിൽ നിന്ന് ഒരു പെൻസിൽ എടുത്ത് ഉണ്ണിക്കുട്ടന് നൽകി അല്ലേ. ബട്ട് ദെയർ വാസ് സംതിങ് എൽസ് ദാറ്റ് ഉണ്ണിക്കുട്ടൻ വാണ്ടഡ്. ഉണ്ണിക്കുട്ടന് വേണ്ടി മറ്റൊരു വസ്തു കൂടി അവിടെ ഉണ്ടായിരുന്നു. ഹീ പോയിന്റഡ് ടു ദി ലെഡ്ജ് അണ്ടർ ദി റൂഫ് ആൻഡ് സെഡ് മൈ സാൻഡൽസ്. അവന് ആ ഒരു തട്ടിലേക്ക്, റൂഫിൻ്റെ അടിയിലുള്ള ആ തട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു മൈ സാൻഡൽസ്. സാൻഡൽസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചെരുപ്പ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ ബെയർ ഫുട്ട്. മുത്തശ്ശൻ ഹു വാസ് വാച്ചിങ് ഹിം സെഡ്. ഉണ്ണിക്കുട്ടനെ നോക്കി നിൽക്കുന്ന മുത്തച്ഛൻ പറഞ്ഞു, ചെരുപ്പില്ലാതെ നടക്കുന്നതാണ് നല്ലത്. ബെയർ ഫുഡ് എന്ന് പറഞ്ഞാൽ ചെരുപ്പില്ലാതെ. ഇഫ് യു വാക്ക് വിത്ത് ഇറ്റ് ഇൻ ദിസ് റെയിൻ യു വിൽ സ്പ്ലാഷ് മഡ് ഓൾ ഓഫ് യുവർ ക്ലോത്ത്സ്. ഉണ്ണിക്കുട്ടൻ റിയലൈസ്ഡ് മുത്തശ്ശൻ വാസ് റൈറ്റ്. മുത്തശ്ശൻ പറയാണ്, നീ ചെരുപ്പിട്ട് മഴയത്ത് നടക്കുകയാണെങ്കിൽ ചളി വസ്ത്രങ്ങളിലൊക്കെ തെറിക്കും. ഉണ്ണിക്കുട്ടന് മുത്തശ്ശന് പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായി. It was better to walk barefoot when the rain had made puddles on the path. മായ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ വെള്ള കുഴികൾ ഉണ്ടാക്കിയപ്പോൾ ചെരുപ്പില്ലാതെ നടക്കുന്നതാണ് നല്ലതെന്ന് ഉണ്ണിക്കുട്ടന് തോന്നി. ഇവിടെ നിങ്ങൾക്കൊരു ചോദ്യം കാണാം. വാട്ട് ഡിഡ് മുത്തശ്ശൻ അഡ്വൈസ് ഉണ്ണിക്കുട്ടൻ അബൌട്ട് വാക്കിംഗ് ഇൻ ദ റെയിൻ.
മൈൽ നടക്കുന്നതിനെക്കുറിച്ച് മുത്തശ്ശൻ നൽകിയ അഡ്വൈസ് എന്താണ്? കാരണം എന്താണ്? മുത്തശ്ശൻ പറഞ്ഞത് ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ ബെയർ ഫുട്ട്, ചെരുപ്പില്ലാതെ നടക്കുന്നതാണ് നല്ലത്. കാരണം എന്താണ്? ഇഫ് യു വാക്ക് വിത്ത് ഇറ്റ് ഇൻ ദിസ് റെയിൻ യു വിൽ സ്പ്ലാഷ് മഡ് ഓൾ ഓഫ് യുവർ ക്ലോത്ത്സ്. നീ ഈ ചെരുപ്പിട്ട് മഴയത്ത് നടന്നാൽ നിൻ്റെ വസ്ത്രങ്ങളിലൊക്കെ ചളി തിറയ്ക്കും. ഓക്കെ, ഇതുവരെയാണ് നിങ്ങൾ അതിൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ബാക്കി വായിക്കാം. ഇറ്റ് വാസ് ടൈം ഫോർ അച്ഛൻ ടു ഗോ ടു ഹിസ് ഓഫീസ്. ഇത് അച്ഛൻ ഓഫീസിൽ പോകാനുള്ള സമയമാണ്. ടുഡേ ഹി വുഡ് ടേക്ക് ഉണ്ണിക്കുട്ടൻ ടു ദി സ്കൂൾ ആൻഡ് ഗെറ്റ് ഹിം അഡ്മിറ്റഡ് ബിഫോർ ഗോയിങ് ടു ഓഫീസ്. ഇന്ന് അച്ഛനാണ് അവനെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും അവനെ അവിടെ ചേർക്കുകയും ചെയ്യുന്നത് ഓഫീസിൽ പോകുന്നതിന് മുൻപേ ആയിട്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു ചിത്രം തന്നിട്ടിട്ടില്ലേ? അച്ഛനും ഉണ്ണിക്കുട്ടനും മഴയത്ത് കുടയും ചൂടി സ്കൂളിലേക്ക് പോകുന്നത് കാണാം. ഉണ്ണിക്കുട്ടൻ്റെ കാലിൽ ചെരുപ്പിലല്ലേ ചളി തിരയ്ക്കുന്നതിന് കാരണമായിട്ട് ഉണ്ണിക്കുട്ടൻ ചെരുപ്പില്ലാതെയാണ് പോകുന്നത്. നമുക്ക് കഥ വായിക്കാം. ഇറ്റ് വാസ് ഡ്രിസ്ലിംഗ്. ഡ്രിസ്ലിംഗ് എന്ന് പറഞ്ഞാൽ ചിത്രത്തിൽ കാണുന്നത് പോലെ ചെറുമഴ പെയ്യുന്നതിനാണ് ഡ്രിസ്ലിംഗ് എന്ന് പറയുന്നത്. അച്ഛൻ ഓപ്പൺഡ് ഹിസ് അംബർല. അച്ഛൻ അവരുടെ കുട തുറന്നു. ഉണ്ണിക്കുട്ടൻ ഓപ്പൺഡ് ഹിസ് ബേബി അംബർല ടു. ഉണ്ണിക്കുട്ടനും അവൻ്റെ ചെറിയ കുട തുറന്നു. കം ലെറ്റ്സ് ഗോ സെഡ് അച്ഛൻ. വരും നമുക്ക് പോകാം, അച്ഛൻ പറഞ്ഞു. ഇവിടെ നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്. വാട്ട് വാസ് ദി വെദർ ലൈക്ക് വെൻ അച്ഛൻ ആൻഡ് ഉണ്ണിക്കുട്ടൻ ലെഫ്റ്റ് ഫോർ സ്കൂൾ? അച്ഛനും ഉണ്ണിക്കുട്ടനും സ്കൂളിലേക്ക് പോകുമ്പോഴുള്ള കാലാവസ്ഥ എന്തായിരുന്നു എന്ന്. എന്താണ്? ചെറുമഴ ഉണ്ടായിരുന്നു അല്ലേ? ഇറ്റ് വാസ് ഡ്രിസ്ലിംഗ് എന്നാണ് ആൻസർ വരുന്നത്. ദേ വാക്ക്ഡ് വിത്ത് സ്ലോ സ്റ്റെപ്സ് ടു ദി സ്കൂൾ. അവർ പതുക്കെ സ്കൂളിലേക്ക് നടന്നുപോയി. ദേ വെർ വാച്ച്ഡ് ഓഫ് സ്പീഡിംഗ് ലോറീസ്. അവർ നല്ല വേഗത്തിൽ പോകുന്ന ലോറികളെ നോക്കിക്കൊണ്ടിരുന്നു. ദെയർ വീൽസ് വുഡ് റോൾ ഓവർ പഡിൽസ് ആൻഡ് സ്പ്ലാഷ് വാട്ടർ ഓൺ ദം. അതിൻ്റെ ചക്രങ്ങൾ വെള്ളക്കൊയ്കളിൽ തട്ടിയിട്ട് അതിൻ്റെ വെള്ളം അവരുടെ മേലേക്ക് തെറിക്കുമായിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് ആ ഒരു സമയത്ത് ഒരു ലോറിയും തന്നെ വന്നില്ല. നെക്സ്റ്റ് പേജ്. ഉണ്ണിക്കുട്ടൻ വാസ് സ്ട്രക്ക് ബൈ ദി ക്രൈസ് ഓഫ് ക്രോസ്. വൈ വെർ ദേ മേക്കിംഗ് സച്ച് എ നോയ്സ് ഹി വണ്ടേർഡ്. കരയുന്ന കാക്കകൾ ഉണ്ണിക്കുട്ടൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. എന്തിനാണ് ഇവർ ഇങ്ങനത്തെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത്? അവനെ അതിശയിച്ചു. അവൻ ഇങ്ങനെ ആലോചിച്ചു. ദ റെയിൻ മസ്റ്റ് ഹാവ് ബ്രോട്ട് ഡൗൺ ദെയർ നെസ്റ്റ് ഓൺ ദി ട്രീസ് ഹി ഗസ്ഡ്. മഴ കാരണം മരങ്ങളിലെ അവരുടെ കൂടുകൾ താഴെ വീണിട്ടുണ്ടാവും എന്നവന് കരുതി. അതുകൊണ്ടായിരിക്കാം അവകൾ കരയുന്നത്. കം ഓൺ ഫാസ്റ്റർ, ഇറ്റ്സ് ടൈം ഫോർ ദി ബെൽ. അച്ഛൻ ഹസ്റ്റിൽഡ് ഹിം. വേഗം വാ, സ്കൂളിൽ ബെല്ലടിക്കാൻ സമയമായി എന്ന് അച്ഛൻ പറയാണ്. എന്നിട്ട് അച്ഛൻ ഹസിൽഡ് ഹിം എന്ന് പറഞ്ഞാൽ പതുക്കെ മുന്നോട്ട് തള്ളുന്നതിനാണ് ഹസിൽഡ് എന്ന് പറയുന്നത്. ആസ് ദേ എൻറ്റേർഡ് ദി സ്കൂൾ കോമ്പൗണ്ട് ഉണ്ണിക്കുട്ടൻസ് എക്സൈറ്റ്മെൻറ്റ് ഗേവ് വേ ടു നെർവസ്നെസ്. അങ്ങനെ അവർ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ ആവേശം കുറയുകയും ഭയം തോന്നുകയും ചെയ്തു. എവറിത്തിങ് വാസ് ന്യൂ ടു ഹിം. അവിടെയുള്ള എല്ലാം അവന് പുതുതായിരുന്നു. ഇൻക്ലൂഡിങ് ദി ഹൺഡ്രഡ്സ് ഓഫ് ചിൽഡ്രൻ ഹൂ വെർ മേക്കിംഗ് ഓൾ ദി നോയ്സ് ഇൻ ദ വേൾഡ്. ലോകത്തെ മുഴുവൻ ശബ്ദവും ഉണ്ടാക്കുന്നത് പോലെ തോന്നിയ 100 കണക്കിന് കുട്ടികൾ ഉൾപ്പെടെ. ആസ് ദേ ക്ലൈംബ്ഡ് ദി സ്റ്റെപ്സ് ടു ദി വെരാന്ത ഉണ്ണിക്കുട്ടൻ സോ ദി വാസ്റ്റ് അറേ ഓഫ് അംബർലാസ്. അവർ തിണ്ണയിലേക്കുള്ള വരാന്തയിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറുമ്പോൾ ഉണ്ണിക്കുട്ടന് കുറേ അംബർലയുടെ ഒരു കൂട്ടം തന്നെ കണ്ടു. സം വിത്ത് ഹുക്ക് ഹാൻഡിൽസ് ഹങ് ഓൺ ദി റാഫേഴ്സ് അണ്ടർ ദി റൂഫ്. അതിൽ ചില ഹുക്കുള്ള കുടകൾ ഇവിടെ മേൽക്കൂരയുടെ തോണിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടായിരുന്നു. ഓപ്പൺ അംബർലാസ് ബോത്ത് ഓഫ് ക്ലോത്ത് ആൻഡ് പാം ലീവ്സ് വെർ ഫിൽഡ് അപ്പ് ദി വരാന്ത. വരാന്തയിൽ തുണിയുടെയും ക്ലോത്തിൻ്റെയും പാം ലീവ്സിൻ്റെയും തുറന്ന കുടകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ദർ വെർ സ്മോൾ പഡിൽസ് ഓഫ് വാട്ടർ ഓൺ ദി ഫ്ലോർ. നിലത്ത് വെള്ളത്തിൻ്റെ ചെറിയ ചെറിയ കുഴികൾ ഉണ്ടായിരുന്നു. ക്ലിയറർ ദാൻ ദി പഡിൽസ് ഓൺ ദി റോഡ് ഉണ്ണിക്കുട്ടൻ തോട്ട്. അവന് നടന്നു വരുമ്പോൾ റോഡിലും ഇതേപോലെയുള്ള വെള്ളക്കുഴികൾ കണ്ടിരുന്നില്ലേ? അതിനെക്കാട്ടിലും നല്ല ശുദ്ധമായ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളക്കുഴികളാണ് ഇവിടെയുള്ളതെന്ന് ഉണ്ണിക്കുട്ടൻ ആലോചിച്ചു. തോട്ട് എന്ന് പറഞ്ഞാൽ ആലോചിച്ചു.
ഉണ്ണിക്കുട്ടൻ ഗേസ്ഡ് അറ്റ് ദി അയൺ ഡിസ്ക് ആൻഡ് എ റോഡ് ടൈഡ് ഇറ്റ് ഹാങ്ങിങ് ഫ്രം എ റാഫർ. അങ്ങനെ മേൽക്കൂരയിൽ നിന്ന് തൂക്കിയിട്ട ഒരു ഇരുമ്പിൻ്റെ പട്ടവും അതോട് ബന്ധിപ്പിച്ച ഒരു കമ്പിയും കണ്ട് അവൻ ആശ്ചര്യത്തോടെ നോക്കി. അച്ഛൻ നോട്ടീസ്ഡ് ഉണ്ണിക്കുട്ടൻസ് ലുക്ക് ആൻഡ് സെഡ്. ഇത് ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കുന്നത് കണ്ട അച്ഛൻ പറഞ്ഞു, ദാറ്റ് ഈസ് ദ സ്കൂൾ ബെൽ. അതാണ് സ്കൂൾ ബെൽ. ഓ സോ ദിസ് വാസ് ദി ബെൽ അച്ഛൻ വാസ് ടോക്കിംഗ് എബൌട്ട്. ഓ, ഈ ഒരു ബെല്ലിനെ കുറിച്ചാണല്ലേ അച്ഛൻ സംസാരിച്ചിരുന്നതെന്ന് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു. എ മാൻ വിത്ത് ഗ്രേയിങ് ഹെയർ കെയിം ഔട്ട് ഓഫ് വൺ ഓഫ് ദി റൂംസ്. അതിലൊരു റൂമിൽ നിന്ന് ഗ്രേ ഹെയർ ഉള്ള ഒരാൾ പുറത്ത് വന്നു. ഹീ ഷുക്ക് ഹാൻഡ്സ് വിത്ത് അച്ഛൻ. ഷുക്ക് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈ കൊടുക്കുന്നതിനാണ്. അദ്ദേഹം വന്ന ആൾ അച്ഛൻ ഇങ്ങനെ കൈ കൊടുത്തു. ഹി ദെൻ ലെഡ് ഉണ്ണിക്കുട്ടൻ ആൻഡ് അച്ഛൻ ടു എ റൂം ഇൻ ദ മിഡിൽ ഓഫ് ദി വരാന്ത. എന്നിട്ട് അതിന് ശേഷം ഉണ്ണിക്കുട്ടനെയും അച്ഛനെയും വരാന്തയിലെ നടുവിലുള്ള ഒരു റൂമിലേക്ക് പോവാൻ പറഞ്ഞു. ഹി ഈസ് ദ ഹെഡ് മാസ്റ്റർ. ഇതാണ് ഹെഡ് മാസ്റ്റർ. അച്ഛൻ വിസ്പേർഡ് ടു ഉണ്ണിക്കുട്ടൻ ആസ് ദേ എൻറ്റേർഡ് ദ റൂം. ആ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അച്ഛന് ഉണ്ണിക്കുട്ടനോട് മല്ലെ പതുക്കെ പറഞ്ഞു. വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ പതുക്കെ പിറുപിറുത്ത് കൊണ്ട് പറയുന്നതാണ് വിസ്പേർഡ് എന്ന് പറയുന്നത്. ദി ഹെഡ് മാസ്റ്റർ ആൻഡ് അച്ഛൻ സാറ്റ് ഓൺ ചെയേഴ്സ് അക്രോസ് എ ടേബിൾ. ടേബിളിൻ്റെ ഇരുവശങ്ങളിലായിട്ട് അച്ഛനും ഹെഡ് മാസ്റ്ററും ഇരുന്നു. ഉണ്ണിക്കുട്ടൻ സ്റ്റൂഡ് ലീനിങ് അഗെയിൻസ്റ്റ് ദി ആം ഓഫ് ദി ചെയർ അച്ഛൻ സാറ്റ് ഓൺ. അച്ഛൻ ഇരുന്ന ചെയറിൻ്റെ കൈപ്പിടിയിലേക്ക് ചാരിയിട്ട് ഉണ്ണിക്കുട്ടൻ അവിടെ നിന്നു. ദി ഹെഡ് മാസ്റ്റർ ബീംഡ് അറ്റ് ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടനെ നോക്കി ഹെഡ് മാസ്റ്റർ പുഞ്ചിരിച്ചു. ബീംഡ് എന്ന് പറഞ്ഞാൽ നല്ലോണം നന്നായിട്ട് പുഞ്ചിരിക്കുന്നതിനാണ് ബീംഡ് എന്ന് പറയുന്നത്. ഹലോ യങ് മാൻ, യുവർ നെയിം പ്ലീസ്. ഹലോ കുഞ്ഞെ, നിന്റെ പേര് പറയൂ. പി സി ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടൻ പറയാണ് പേരെന്താണ്? പി സി ഉണ്ണിക്കുട്ടൻ. ദി ഹെഡ് മാസ്റ്റർ ലാഫ്ഡ്. ഹെഡ് മാസ്റ്റർ ചിരിച്ചു. വണ്ടർഫുൾ, സോ യു നോ യുവർ ഇനീഷ്യൽ ടു. ഓ, നിനക്ക് നിൻ്റെ ഇനീഷ്യൽ കൂടി അറിയാമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഹെഡ് മാസ്റ്റർ ചിരിച്ചു. ദി ഹെഡ് മാസ്റ്റർ ഓപ്പൺഡ് എ രജിസ്റ്റർ ആൻഡ് റോട്ട് ഉണ്ണിക്കുട്ടൻസ് നെയിം ഇൻ ഇറ്റ്. ഹെഡ് മാസ്റ്റർ ഒരു രജിസ്റ്റർ തുറന്നിട്ട് ഉണ്ണിക്കുട്ടൻ്റെ പേര് അതിലെഴുതി. ഉണ്ണിക്കുട്ടൻ ലുക്ക്ഡ് ഔട്ട് ത്രൂ ദി വിൻഡോ ക്യൂരിയസ്ലി അറ്റ് ചിൽഡ്രൻ പ്ലേയിങ് ഇൻ ദി സ്കൂൾ യാർഡ് ആസ് ദി ഹെഡ് മാസ്റ്റർ ആൻഡ് അച്ഛൻ ചാറ്റഡ്. അച്ഛനും ഹെഡ് മാസ്റ്ററും സംസാരിച്ചിരിക്കുമ്പോൾ ഉണ്ണിക്കുട്ടൻ അതിൽ ജനാലയ്ക്കുള്ളിലൂടെ കുട്ടികൾ സ്കൂൾ മൈതാനത്ത് കളിക്കുന്നത് കൗതുകത്തോടെ നോക്കി നിന്നു. ഇവിടെ ഹെഡ് മാസ്റ്റർ ആൻഡ് അച്ഛൻ ചാറ്റഡ് എന്ന് പറഞ്ഞാൽ അച്ഛനും ഹെഡ് മാസ്റ്ററും സംസാരിക്കുമ്പോൾ എന്നാണ്. ടിങ് ടിങ്, ദ റിങ്ങിങ് ഓഫ് സ്കൂൾ ബെൽ സ്റ്റാർട്ടിൽഡ് ഉണ്ണിക്കുട്ടൻ. അവന് ഉണ്ണിക്കുട്ടന് സ്കൂളിൻ്റെ ബെല്ല് കേട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഞെട്ടുന്നതിനാണ് സ്റ്റാർട്ടിൽഡ് എന്ന് പറയുന്നത്. ഉണ്ണിക്കുട്ടൻ ആദ്യമായിട്ടാണല്ലോ ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നതല്ലേ. സോ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ ഉണ്ണിക്കുട്ടൻ ചെറുതായിട്ടൊന്ന് ഞെട്ടി. അച്ഛൻ ഗോട്ട് അപ്പ് ഹറിഡ്ലി. അച്ഛൻ വേഗത്തിൽ എഴുന്നേറ്റു. താങ്ക് യു സർ, ഗുഡ് ഡേ, ഹീ സെഡ് ടു ഹെഡ് മാസ്റ്റർ. നന്ദി, നല്ലൊരു ദിവസമായിരുന്നു എന്ന് ഹെഡ് മാസ്റ്ററോട് അച്ഛൻ പറഞ്ഞു. ഗുഡ് ഡേ എന്ന് തിരിച്ച് ഹെഡ് മാസ്റ്ററും പറഞ്ഞു. അച്ഛൻ ടുക്ക് ഹിം ടു എ ക്ലാസ് റൂം വിച്ച് വാസ് ഓൾറെഡി ഫുൾ ഓഫ് നോവീസസ് ലൈക്ക് ഉണ്ണിക്കുട്ടൻ. അച്ഛൻ ഉണ്ണിക്കുട്ടനെ പോലെ പുതുതായിട്ട് വന്ന ഒരുപാട് കുട്ടികളുള്ള ഒരു ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോയി. നോവീസസ് എന്ന് പറഞ്ഞാൽ പുതുതായി ചേർന്ന കുട്ടികളെ പറയുന്നതാണ് നോവീസസ് എന്ന്. അച്ഛൻ പോയിന്റഡ് ടു ദി ടീച്ചർ. അച്ഛന് ടീച്ചറെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. ഷീ ഈസ് രാധ ടീച്ചർ. അതാണ് രാധ ടീച്ചർ. ഷീ വിൽ ബി യുവർ ക്ലാസ് ടീച്ചർ. അതാണ് നിന്റെ ക്ലാസ് ടീച്ചർ. രാധ ടീച്ചർ സോ ദം ആൻഡ് കെയിം ഔട്ട്. രാധ ടീച്ചർ അവരെ കണ്ട് പുറത്തേക്ക് വന്നു. കം ഓൺ, അകത്തേക്ക് വരൂ. ഷീ ടുക്ക് ഉണ്ണിക്കുട്ടൻസ് ഹാൻഡ് ആൻഡ് ലെഡ് ഹിം ഇൻ ടു ദി ക്ലാസ് റൂം. വരൂ എന്ന് പറഞ്ഞിട്ട് ഉണ്ണിക്കുട്ടൻ്റെ കൈ പിടിച്ചിട്ട് ടീച്ചർ അവനെ ക്ലാസ് റൂമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഹൂ ടുക്ക് ഹിം ടു ദി ക്ലാസ് റൂം. ക്ലാസ് റൂമിലേക്ക് ആരാണ് കൊണ്ടുപോയത്? രാധ ടീച്ചറാണല്ലേ. അവൻ്റെ ക്ലാസ് ടീച്ചറായിട്ടുള്ള രാധ ടീച്ചറാണ് ഉണ്ണിക്കുട്ടനെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോയത്. ആൻസർ രാധ ടീച്ചർ. നെക്സ്റ്റ് പേജ് നോക്കിക്കേ. ഇവിടെ നിങ്ങൾക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു ക്ലാസ് റൂം കാണാം. അതിവിടെ ഒരുപാട് കുട്ടികളുണ്ട്. നമുക്ക് രാധ ടീച്ചറെയും കാണാം.
Look here, children. Radha teacher spoke to Unnikutten's classmates. You have a new friend. He is Unnikutten. അങ്ങനെ ഉണ്ണിക്കുട്ടനെ അതിൻ്റെ ക്ലാസ്സിലെ മറ്റു കുട്ടികളോട് പരിചയപ്പെടുത്തുകയാണല്ലേ രാധ ടീച്ചർ. കുട്ടികളോട് പറയാണ്, ഇവിടെ നോക്കൂ, ഇത് നിങ്ങളുടെ പുതിയൊരു ഫ്രണ്ടാണ്. ഇവൻ്റെ പേര് ഉണ്ണിക്കുട്ടനാണ്. For a moment, ഉണ്ണിക്കുട്ടൻ became the center of attraction in the classroom. അങ്ങനെ ഒരു നിമിഷത്തേക്ക് ആ ക്ലാസ്സിലെ മുഴുവൻ അട്രാക്ഷനും ഉണ്ണിക്കുട്ടനിലേക്കായി. അങ്ങനെ ടീച്ചർ പറയുമ്പോൾ എല്ലാവരും ഉണ്ണിക്കുട്ടനെ ഒരേ സമയം നോക്കുമല്ലോ. യു ക്യാൻ സിറ്റ് ഓവർ ദർ. രാധ ടീച്ചർ പോയിന്റഡ് ടു എ ബെഞ്ച്. അങ്ങനെ ഒരു ബെഞ്ചിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിനക്ക് അവിടെ ഇരിക്കാമെന്ന് രാധ ടീച്ചർ പറഞ്ഞു. ഉണ്ണിക്കുട്ടൻ വാക്ക്ഡ് സ്ലോലി ടു ദി ബെഞ്ച് ഇൻ ദി മിഡിൽ റോ ആൻഡ് സാറ്റ് ഡൗൺ. അങ്ങനെ പതുക്കെ നടുവിലത്തെ റോയിലുണ്ടായിരുന്ന ബെഞ്ചിലേക്ക് ഉണ്ണിക്കുട്ടൻ പതുക്കെ നടന്നു. അങ്ങനെ അവിടെ ഇരുന്നു. ഇറ്റ് വാസ് ദി ഫസ്റ്റ് ഡേ ഓഫ് ഹിസ് ലൈഫ് ആസ് എ സ്റ്റുഡൻറ്റ്. അവൻ്റെ ജീവിതത്തിൽ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ദിവസമായിരുന്നു ഇത്. ഇവിടെ നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്. ഹൗ ഡിഡ് ദ ടീച്ചർ മേക്ക് ഉണ്ണിക്കുട്ടൻ ഫീൽ കംഫർട്ടബിൾ ഹാസ് ഹി എൻറ്റേർഡ് ദി ക്ലാസ് റൂം? ഉണ്ണിക്കുട്ടൻ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചപ്പോൾ ഉണ്ണിക്കുട്ടനെ എങ്ങനെയാണ് കംഫേർട്ട് ആക്കിയത്? രാധ ടീച്ചർ എങ്ങനെയാണ് ഉണ്ണിക്കുട്ടനെ ഏറ്റവും കംഫേർട്ടായി ഇരുത്തിയതെന്നാണ് ചോദ്യം. എങ്ങനെയാണ് ഉണ്ണിക്കുട്ടനെ മറ്റുള്ള കുട്ടികൾക്ക് ഒരു നിങ്ങളുടെ പുതിയൊരു ഫ്രണ്ടാണെന്ന് പരിചയപ്പെടുത്തി കൊണ്ടാണ് ഉണ്ണിക്കുട്ടനെ ടീച്ചർ കംഫേർട്ടാക്കിയത്. ഓക്കെ, സോ കുട്ടികളെ, നിങ്ങൾക്ക് ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടോ? നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഉണ്ണിക്കുട്ടൻ്റെ ആദ്യത്തെ സ്കൂളിലെ ദിവസത്തെക്കുറിച്ചായിരുന്നു നമ്മുടെ കഥ. ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലെ ആദ്യ ദിവസവും ഓർമ്മ വന്നിട്ടുണ്ടാവും ഇല്ലേ? സോ ഈ ഒരു കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് പറയണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു പാഠഭാഗത്തിൻ്റെ നെക്സ്റ്റ് ആക്ടിവിറ്റീസ് നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ആക്കുന്നതാണ്. സോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.